ചരിത്രത്തിലാദ്യമായി മലയാള ദൃശ്യമാധ്യമ രംഗത്തെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം എന്ന് കേരളം അറിയപ്പെടുന്ന ഏഷ്യാനെറ്റ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗത്തിന്റെ യൂണിറ്റ് ഉദ്ഘാടനമാണ് ഇന്ന് ഈ അവസരത്തിലൂടെ നടക്കുന്നത്. 2009 വൃശ്ചിക മാസം 1-ാം തീയതി അനന്തപത്മനാഭന്റെ തിരുമുറ്റത്ത് ഏഷ്യാനെറ്റ് സാറ്റ്കോമിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ പതാക ഉയർത്തി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ഏഷ്യൻ സാറ്റ്കോം സ്റ്റാഫ് അസോസിയേഷൻ എന്ന സംഘടന ഇന്ന് 1.25 വർഷം പിന്നിട്ടപ്പോൾ അതിൻ്റെ രൂപം മാറി, ഭാവം മാറി, ഭാവവ്യത്യാസത്തോടു കൂടി ഇന്ന് ഈ ചിങ്ങമാസ പുലരിയിൽ ഏഷ്യൻ സ്റ്റാഫ് അസോസിയേഷൻ ASA എന്ന നാമധേയത്തിൽ അതിൻ്റെ വളർച്ചയുടെ പന്താവുകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഏകദേശം ഒരു 18 വർഷം മുമ്പാണ് ആദ്യമായി ഏഷ്യാനെറ്റ് ചാനൽ എന്നൊരു സ്വകാര്യ സംരംഭം കേരളത്തിലേക്ക് വരുന്നത്. ആദ്യത്തെ മലയാള സംരംഭം. ആ മലയാള സംരംഭത്തിൽ 2 വിഭാഗം ഉണ്ടായിരുന്നു. ഒന്ന് സാറ്റ്കോം, നിങ്ങൾക്കറിയാം, നെറ്റ്വർക്കിന്റെ ഭാഗം. 2 ചാനൽ. ആദ്യമായിട്ട് മലയാളികളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് അവരെ വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും വികസനത്തിന്റെയും വിവര സാങ്കേതിക വിദ്യയുടെയും ഭാഗമായി മാറ്റിക്കൊണ്ട് കേരളത്തിന്റെ വളർച്ചയിൽ ഏഷ്യാനെറ്റ് നൽകിയ പങ്ക് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതാണ്. ആ ഏഷ്യാനെറ്റിന്റെ വളർച്ചയുടെ പന്താവിൽ എപ്പോഴോ എവിടെയോ ഏഷ്യാനെറ്റ് കുടുംബത്തിനകത്ത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് 2-3 ഭിന്നതകൾ വന്നു. 2-3 ഭിന്നിച്ച് 2-3 മാനേജ്മെന്റിന്റെ കയ്യിൽ പോയി. പക്ഷെ ഞങ്ങളിപ്പം ഏഷ്യാനെറ്റ് കുടുംബത്തിനകത്ത് ഒറ്റ കുടുംബത്തിലെ ജീവനക്കാരാണ്, ഒറ്റ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാനുള്ളത് എന്ന ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഏഷ്യൻ സ്റ്റാഫ് അസോസിയേഷൻ എന്ന സംഘടന ഒറ്റ സംഘടനയായി ഏഷ്യാനെറ്റ് നിലകൊള്ളാൻ സാധിച്ചത്. ഇത് കമ്പനിയെ തകർക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ആരെങ്കിലും ഒരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാനോ അല്ല ഈ സംഘടന എന്നുള്ളതെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ തുറന്ന് പറയുകയാണ്. ഇപ്പൊ സ്ഥാപനത്തിനകത്ത് തൊഴിലാളികളുടെ ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന് കാതലായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സഹിഷ്ണുതയോട് കേട്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അത് പരിഹരിക്കുന്നതിന് ഈ നമ്മുടെ ഈ നേതൃത്വം കൊടുക്കുന്ന സംഘടന എന്നും മുന്നിലുണ്ടാവണമെന്നും ജീവനക്കാർ ഓരോരുത്തരും മുന്നിലുണ്ടാവണമെന്നും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏഷ്യാനെറ്റിലെ ജീവനക്കാർ അവരുടെ നീറുന്ന നിരവധി വിഷയങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ സ്ഥാപനത്തിനെ അകമൊഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രസ്ഥാനത്തിലെ ഒരു നേതാവ്, ആ നേതാവ് പറയുന്ന തീരുമാനം, ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അത് ശിവസേനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷനിലെ ജീവനക്കാർ ശിവസേന എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. അവർ കടന്നു വരുന്നതിന് മുന്നേ ശിവസേനയെ കുറിച്ച് 1 അല്ല 2 അല്ല 3 അല്ല 100 വട്ടം ആലോചിച്ചു, മനസ്സിലാക്കി, തീരുമാനങ്ങൾ എടുത്തു. അങ്ങനെ അതിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ശിവസേനയുടെ ഏഷ്യാനെറ്റ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഇപ്പോൾ ഇവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മാനേജ്മെന്റ്
അധികാരികളും അവർക്കും വാസ്തവത്തിൽ ഇതിനകത്തൊരു സ്ഥിരതയുള്ള ഉദ്യോഗമല്ല. ഇപ്പോൾ ഓരോ പദവിയിലിരിക്കുന്നവർ അവർ ഇതിന്റെ അധികാരികളാണെന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിലും അവർ കാണുന്നുണ്ടെങ്കിലും അവർക്കും ഇത് സ്ഥിരതയുള്ള ഒരു അധികാര സ്ഥാനമോ കസേരയല്ല. കാരണം ഇതിന്റെ ഉടമസ്ഥൻ സായിപ്പ ഒരു വിദേശ സ്ഥാപനത്തിന്റെ ഒരു താൽക്കാലിക മേലധികാരികളായ ഇപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ചില നിയമനങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്ന പല മേലധികാരികളും പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മേലധികാരികൾ ഈ പ്രസ്ഥാനത്തെ എതിർക്കേണ്ടതായിട്ടില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 1947 മുമ്പേ ഉള്ള ഒരു കാലഘട്ടത്തിന്റെ ഒരു സാധ്യതയാണ്. എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് അതേപോലുള്ള ഒരു സ്ഥിതിവിശേഷം ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ സ്ഥാപനം ഈ പ്രസ്ഥാനം ആർക്കും എതിരല്ല. ഈ പ്രസ്ഥാനം ഇവിടത്തെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. ആരെയും ദ്രോഹിക്കാനല്ല. ഈ സ്ഥാപനം നിലനിന്നാൽ മാത്രമേ ഇവിടെ തൊഴിലെടുക്കുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന ജീവനക്കാരന്റെ നിലനിൽപ്പ് ഉണ്ടാവൂ എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യും. അതാണ് പ്രധാന ലക്ഷ്യം. അതേസമയത്ത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അങ്ങേയറ്റം പൊരുതാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് ഇതാർക്കും എതിരായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല എന്നാരും ധരിക്കരുത്, ഒരു മാനേജ്മെന്റും ധരിക്കരുത്. ഇത് തുടങ്ങിയത് ആഗസ്റ്റ് 18 എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു സംഖ്യയാണ്. പോരാട്ടങ്ങളുടെ സംഖ്യയാണ് ആ ദിവസം. കാരണം 18 മഹാഭാരത യുദ്ധത്തില് പാണ്ഡവരുടെ പക്ഷത്ത് 18 അശ്വഗണി പടകളായിരുന്നു. 18 ദിവസമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. അതേപോലെ മഹാഭാരതത്തിൽ 18 അധ്യായങ്ങൾ, പുരാണങ്ങളിൽ 18, ഉപപുരാണങ്ങൾ 18, ശബരിമലയിൽ പടി 18. അങ്ങനെ ഈ 18 എന്നുള്ള ദിവസം ഇത് എടുക്കാൻ തന്നെ കാരണം ഏത് പോരാട്ടത്തിന്റെയും വിജയത്തിന്റെയും ദിവസമാണ് 18. അതുകൊണ്ട് ഈ 18 എന്ന ദിവസം ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ഈ പ്രസ്ഥാനത്തിന്റെ വിജയം കൂടി മാത്രമല്ല, ഈ സ്ഥാപനത്തിന്റെ വിജയം കൂടി ഉണ്ടാവും. കാരണം 18 ദുഷ്ടന്മാരെയും അഴിമതിക്കാരെയും വഞ്ചകന്മാരെയൊക്കെ തുരത്തി നശിപ്പിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ടെക്നീഷ്യൻസ് അല്ലാതെ അതിന് മുകളിലോട്ടുള്ള ഒരു ഒറ്റ മനുഷ്യരിവിടെ ഉണ്ടാവില്ല. കാരണം അതുവരെയാണ് സ്റ്റാഫ് എന്നാണ് ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിലെ സാറുമാർ ധരിച്ചിരിക്കുന്നത്. നമുക്കത് വേണ്ട. നമ്മൾ രാപ്പകൽ കഷ്ടപ്പെട്ട് ഈ സ്ഥാപനത്തിനെ ഇത്രയും വലുതാക്കിയ ആൾക്കാരാണ് നമ്മൾ. ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ടെക്നീഷ്യൻസ്. ആ ടെക്നീഷ്യൻസിനെയാണ് ഇവർ മാക്സിമം പീഡിപ്പിക്കുകയും മറ്റു രീതിയിലുള്ള ഹറാസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു സാറും അതിനു മുകളിലോട്ടുള്ള സാറന്മാർ അറിഞ്ഞിരിക്കാൻ വഴിയുണ്ടോ ഇല്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ഇപ്പം നമുക്ക് ഇത് ഉണ്ടാക്കി തന്ന സാറന്മാർക്ക് ഞാൻ ഒന്നുകൂടെ നന്ദി പറയുന്നു.